ഇവിടെ ടിക്കറ്റ്സ് നമ്മൾ അഡീഷണലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏജൻസിക്കാർ ശരിക്കും ഈ ഒരു സ്പോട്ട് ഉൾപ്പെടുത്താത്തത്. ടിക്കറ്റ് റേറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ടൈഗേഴ്സിൻ്റെ സൈസ് അനുസരിച്ചാണ്. ബിഗ്, സ്മോൾ, സ്മോളസ്റ്റ്, മീഡിയം എന്നിങ്ങനെ ഈ 4 സൈസ് അനുസരിച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. When you go inside, you have tiger only body bag. Stay only behind. Don't walk, look in the gate, and follow staff all the time. വൈഫ് തൊട്ടത് പുള്ളിക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആശാന് സട കുടഞ്ഞ് എണീറ്റിരിക്കുകയാണ്. പോയപ്പോഴുണ്ടായിരുന്ന കോൺഫിഡൻസ് ഒന്നും ഇപ്പോൾ മുഖത്ത് കാണാൻ പറ്റുന്നില്ല. വൈഫിയുടെ ആ ചങ്കെടുപ്പ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, അടുത്തിട്ട് എൻ്റെ ഒഴിവാണ്. ഈ കിടക്കുന്ന മുതലിന് ഒരു നേരത്തെ ആഹാരമായിട്ട് ഞാൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും ഉണ്ടാവും. നമസ്കാരം, മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിലെ 2ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പട്ടായയിലെ ടൈഗർ പാർക്കിലാണ്. തായ്ലൻഡിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണിത്. പാക്കേജ് എടുത്ത് ഏജൻസി ത്രൂ വരികയാണെന്നുണ്ടെങ്കിൽ അവർ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇവിടെ. പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ്സ് നമ്മൾ അഡീഷണലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏജൻസിക്കാർ ശരിക്കും ഈ ഒരു സ്പോട്ട് ഉൾപ്പെടുത്താത്തത്. ടിക്കറ്റ് റേറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ടൈഗേഴ്സിൻ്റെ സൈസ് അനുസരിച്ചാണ്. ബിഗ്, സ്മോൾ, സ്മോളസ്റ്റ്, മീഡിയം എന്നിങ്ങനെ ഈ 4 സൈസ് അനുസരിച്ചിട്ടാണ് ടിക്കറ്റ് റേറ്റ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. 15 വയസ്സിന് താഴെയോ 160 സെൻറ്റിമീറ്റർ ഉയരത്തിനേക്കാൾ കുറവുള്ള ആൾക്കാർക്ക് സ്മോളസ്റ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ ബോൺ ആയിട്ടുള്ള ടൈഗേഴ്സിൻ്റെ കൂട്ടിനകത്ത് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ വൈഫ് കയറുന്നത് സ്മോൾ ടൈഗറിൻ്റെ കേജിനകത്താണ്. ഒരാൾക്ക് 710 തായ് ബാത്താണ് ടിക്കറ്റ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ആ എമൗണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ മണി 1900 രൂപയാണ്. 2 പേർക്കാകുമ്പോഴത്തേക്കും 3800 രൂപ ആയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് കയറി ഉടനെ കാണുന്നത് ഒരു കഫേയാണ്. ഇതിൽ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറാം. അങ്ങനെ നമ്മൾ കയറി ഉടനെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈഗേഴ്സിൻ്റെ സൈസ് അനുസരിച്ചാണ് ഓരോ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ, മീഡിയം, ബിഗ്, സ്മോളസ്റ്റ് ഇങ്ങനെ 4 കാറ്റഗറി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 കേജുകളാണുള്ളത്. നമ്മൾ ലൂക്കെ ഉള്ളിലോട്ട് കയറ്റുന്നില്ല. അതിന് കാരണം എന്നുള്ളത് സ്മോളസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ടൈഗറിൻ്റെ കേജിൽ മാത്രമേ ലൂക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തൽക്കാലം ലൂക്കെ ഇതിന് പ്രാവശ്യം നമ്മൾ കയറുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നൊരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിക്കാരൻ നമ്മുടെ ഫോട്ടോസ് നമ്മൾ പോലും അറിയാണ്ട് എടുക്കും. എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ മാത്രമല്ല, നമ്മൾ കേജിനകത്ത് പുലിയുടെ അടുത്ത് പോകുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ നിന്നും എടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ കാണിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോസ് വാങ്ങാം. ഫോട്ടോസ് ഫ്രെയിം ചെയ്താണ് തരുന്നത്, സോഫ്റ്റ് കോപ്പി ഒക്കെ തരത്തില്ല. നമുക്കിനി നമ്മുടെ സ്മോൾ കാറ്റഗറിയിൽപ്പെട്ട ടൈഗേഴ്സിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ചെറിയൊരു അറപ്പൊക്കെ വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഈ കേജിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് ഇടപഴകുന്ന ഈ ടൈഗേഴ്സ് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഷൂ സ്പ്രേ ചെയ്യാനുള്ള പോസിബിലിറ്റി ചെറുതായിട്ടുണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ കേജിനകത്ത് കയറാനുള്ള അസുലഭ മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. When you go inside, you have tiger only body bag. Stay only behind. Don't walk, look in the gate, and follow staff all the time. Mobile phone, but you can take photo and video by yourself without flash. No point of view bar inside, and please listen staff inside. അങ്ങനെ ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ അവസരം എൻ്റെ വൈഫിക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരി രണ്ടും കൽപ്പിച്ച് ധൈര്യത്തിൽ ടയറിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഒരിക്കലും നമ്മൾ ടയറിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകാൻ പാടില്ല. മാത്രമല്ല, ടയറിൻ്റെ മുന്നിൽ കൂടെ വന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനേ പാടില്ല. നമുക്ക് ടയറിന് എത്ര വേണമെങ്കിലും തൊടാം. തൊടുന്നതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ വയറിൻ്റെ നടുക്ക് ഭാഗം തൊട്ട് ബാക്കിലോട്ട്, അത് വാല് വരയ്ക്കും നമുക്ക് തൊടാൻ പറ്റും. പണി വാളി തോന്നുന്നു. വൈഫ് തൊട്ടത് പുള്ളിക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആശാന് സട കുടഞ്ഞ് എണീറ്റിരിക്കുകയാണ്. പോയപ്പോഴുണ്ടായിരുന്ന കോൺഫിഡൻസ് ഒന്നും ഇപ്പോൾ മുഖത്ത് കാണാൻ പറ്റുന്നില്ല. വൈഫിയുടെ ആ ചങ്കെടുപ്പ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞതിനർത്ഥം എനിക്ക് പേടിയില്ല എന്നല്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ നോക്കൂ. ഇത് സ്മോൾ സൈസ് എന്നും പറഞ്ഞ് നമ്മൾ കയറ്റിയിരിക്കുന്നതാണ്. ഇതാണ് സ്മോൾ സൈസ്. എന്തായാലും ബിഗ് ടൈഗർ ചൂസ് ചെയ്യാത്തത് വലിയ കാര്യമായി. 5 മിനിറ്റാണ് നമുക്കിതിനകത്ത് ചിലവഴിക്കാനൊക്കെ തന്നിരിക്കുന്ന സമയം എന്നുള്ളത്. നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് എത്ര ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാം. മാത്രമല്ല, ഇതിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ്, അതിമനോഹരമായിട്ടുള്ള ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് തിരിച്ച് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടർ നമുക്ക് മേടിക്കാൻ പറ്റും. അത് അപ്രോക്സിമേറ്റ്ലി 100 to 200 ബാത്തൊക്കെ ആയിരിക്കും അതിൻ്റെ റേറ്റ് വരിക. അത് ഫോട്ടോ ഫ്രെയിം ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. ചുരുങ്ങിയത് 3-4 ഫോട്ടോസ് ഇവിടെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ മൊത്തം എടുക്കാം. അല്ലാതുണ്ടെങ്കിൽ ആവശ്യമുള്ളത് 1, 2, 3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് എടുക്കാവുന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അടുത്തിട്ട് എൻ്റെ ഒഴിവാണ്. ഈ കിടക്കുന്ന മുതലിന് ഒരു നേരത്തെ ആഹാരമായിട്ട് ഞാൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും ഉണ്ടാവും.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിലുള്ള പേടി പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ കുറേ ഫോൾഡേഴ്സ് കാണാൻ പറ്റും. UAE, സൗദി, ഖത്തർ, ബഹ്റൈന്, മലേഷ്യ, തായ്ലാൻഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് കാണാത്തതായിട്ടുള്ള വീഡിയോസ് ചെന്ന് കാണുക. എല്ലാം ഇൻഫോർമേറ്റീവ്സ് വീഡിയോ ആണ്. നിങ്ങൾക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. നമ്മുടെ തായ്ലൻഡ് സീരീസ് വളരെ മനോഹരമായിട്ടുള്ള സീരീസാണ്. നമുക്ക് ഒത്തിരി നല്ല കാഴ്ചകൾ കാണാനുള്ള നിമിഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇനിയും നല്ല എപ്പിസോഡ്സ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പുതുതായിട്ട് പോകുന്ന രാജ്യത്ത് പോകുന്നതിന് മുന്നേ ഇതുപോലെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയാസ് ഉണ്ടാവും. എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോകേണ്ടതായിട്ടുള്ള സ്പോട്ടുള്ളതുള്ളതും. ചില നമ്മൾ ഏജൻസി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ഐറ്റിനറി നോക്കുമ്പോഴത്തേക്കും ചില സ്പോട്ടുകൾ ശരിക്കും നമുക്ക് പോകേണ്ടതായിട്ടില്ല. അതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോട്ടിലൊക്കെ ഉണ്ടാകും. പക്ഷേ അവർ അത് മെൻഷൻ ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചൂസ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പോകുന്ന ഈ ടൂറ് 100% വർത്തായിരിക്കും. നമ്മളെപ്പോലെ തന്നെ ഈ എല്ലാ ടൈഗേഴ്സിനും ഓരോ പേരുണ്ട്. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്പോട്ട് എന്നുള്ളത് പട്ടായയിലെ ലോക ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആൾക്കാരുടെ ഒരു മിഥ്യാധാരണയാണ് ശരിക്കും ഈ തായ്ലാൻഡ് എന്നുള്ളത് ഫാമിലിക്ക് വരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു രാജ്യമല്ല. സെക്സ് ടൂറിസത്തിന് വലിയ പേരിട്ട രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലുള്ളത് ഇവിടെ ബാച്ചിലേഴ്സിന് മാത്രം വരാൻ പറ്റിയ രാജ്യം എന്നുള്ളത്. നമ്മുടെ ഈ തായ്ലാൻഡ് സീരീസ് മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ധാരണ അങ്ങനെ മാറിക്കിട്ടും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. തായ്ലാൻഡിൻ്റെ മറ്റൊരു സ്പോട്ടിൽ നിന്നും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും. ബൈ.